സമയം പറഞ്ഞ് ബന്ധിക്കുന്ന ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ സ്വർഗത്തിലെ ദൈവം സമയത്തിന് മുമ്പേ അഴിച്ച് വിടുതലാക്കി മടക്കി തരും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയരും സ്വാഗതം. ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യം. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറിയെന്ന് പറഞ്ഞു. ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറിയെന്ന് പറഞ്ഞു. നോക്കിയേ, കഫർന്നഹൂമിൽ നടക്കുന്ന, കാനാവിൽ നടക്കുന്ന ഒരു അത്ഭുതകരമായ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യേശു കാനാവിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം കഴിഞ്ഞ ദിവസം കർത്താവ് നമ്മളോട് സംസാരിച്ചു. ഇന്ന് നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വേറൊരു ഭാഗമാണ് ചിന്തിക്കുന്നത്. ഒരു രാജഭൃത്യൻ്റെ മകൻ, അവൻ സുഖമില്ലാതെ കിടക്കുന്നെന്ന് 47-ാം വാക്യത്തിൽ കാണുന്നു. യേശു യഹൂദ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടപ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. വന്ന് സൗഖ്യമാക്കാൻ. ശതാധിപൻ്റെ ഒരു വിഷയമുണ്ട്, രാജഭൃത്യൻ്റെ ഒരു വിഷയമുണ്ട്. രണ്ടും കൂട്ടിക്കുഴക്കില്ലേ? ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ഇവിടെ രാജഭൃത്യൻ്റെ മകനാണ് സുഖമില്ലാതെ കിടക്കുന്നത്, ശതാധിപൻ്റെ ദാസനാണ് സുഖമില്ലാതെ കിടക്കുന്നത്. രാജഭൃത്യൻ പറയുന്നത് എൻ്റെ വീട്ടിൽ വരണമെന്നാണ്. ശതാധിപൻ പറയുന്നത് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്ന്. രണ്ട് കാര്യങ്ങളാണ്. നോക്കിയേ, യേശു അവൻ്റെ വീട്ടിൽ പോയില്ല. യേശു അവൻ്റെ വീട്ടിൽ പോയില്ല. എന്നിട്ട് അവനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് 50-ാമത്തെ വാക്യമാണ്. യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. എന്താ അവിടെ കാണാൻ കഴിയുന്നത്? അവൻ വരണമെന്നാണ് അപേക്ഷിച്ചത്. യേശു വന്ന് സൗഖ്യമാക്കണമെന്നാണ്. പക്ഷെ കർത്താവ് അവൻ്റെ കൂടെ പോയില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ അവൻ്റെ വിശ്വാസം അത്രയ്ക്ക് വലുതായിരുന്നു. അവൻ്റെ വിശ്വാസം അത്രയ്ക്ക് വലുതായിരുന്നു. യേശു ഒരൊറ്റ വാക്കാണ് പറഞ്ഞേ, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ വിഷയത്തിൻ്റെ മേലൊക്കെ വിടുതൽ ദൈവം തരുന്നതേ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ്. കർത്താവിനെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, കർത്താവിനെ അല്പം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ചില വിഷയങ്ങൾക്ക് മാത്രം കർത്താവ് വിടുതൽ തരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഏതൊരു വിഷയത്തിനും എൻ്റെ ദൈവത്താൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ. ഞാൻ നിങ്ങൾ ഏത് കൂട്ടത്തിലുള്ളവരാ? പത്രോസിനെ കർത്താവ് വിളിക്കുന്ന അല്പവിശ്വാസിയേ, നീ എന്തിനു സംശയിച്ചു? സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, കർത്താവിനോട് ഒറ്റ വാക്കവർ, പൊയ്ക്കോ. അടുത്ത വായിക്കുന്ന ഇങ്ങനെയാണ്, ആ വാക്ക് വിശ്വസിച്ചവൻ പോയി. അതാണ് ഹല്ലേലൂയ. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടും ഒരു വിടുതലും കിട്ടാത്ത എത്രയോ പ്രിയപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അത് പ്രസംഗത്തിന് കുഴപ്പമല്ല, ആ വചനത്തോടുള്ള അവരുടെ സമീപനം, ആ വചനത്തോടുള്ള അവരുടെ ആ മനോഭാവം, അതാ വിടുതലിനെ കൊണ്ടുവരുന്നത്. ഇവിടെ രാജഭൃത്യൻ ആ വാക്ക് വിശ്വസിച്ചിട്ട് പോവാം. ദീർഘദൂരെ യാത്ര ചെയ്യണം. യാത്രയിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ചിലർ അവനെ എതിരേറ്റ് വരികയാണ്. നിന്റെ മകന് ഭേദം വന്നു, നിന്റെ മകന് സൗഖ്യമായി. ഉടനെ അവൻ ചോദിക്കുക, എപ്പോഴാണ് സൗഖ്യമായേ? എങ്ങനെ സൗഖ്യമായെന്നല്ല, എപ്പോഴാണ്? ടൈം പറയണം. ജീസസ്. എൻ്റെ വിഷയത്തിൻ്റെ ഹെഡിങ്ങിലേക്ക് വരുക. പിശാച് സമയം പറഞ്ഞ് ബന്ധിക്കുന്ന ചിലതിനെ ദൈവം സമയത്തിന് മുമ്പേ അഴിച്ച് നിന്റെ കൈ തരും. ഹല്ലേലൂയ. ഇന്നലെ 7 മണിക്ക്, എൻ്റെ ഭാഷ പറഞ്ഞ 6:55 വരെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഞങ്ങൾ കണ്ടതാണ്. ഇന്നലെ 7 മണിക്ക് എന്തോ ഒരു ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നെന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ചാടി എഴുന്നേറ്റെന്ന് ആ പ്രിയപ്പെട്ടവർ പറഞ്ഞു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. യേശു തന്നോട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ സമയമാണ് ആ 7 മണി സമയമെന്ന് ഈ രാജഭൃത്യൻ ഗ്രഹിക്കുകയാണ്. താനും തൻ്റെ കുടുംബമൊക്കെയും യേശുവിൽ വിശ്വസിക്കുവാൻ ഇതൊരു കാരണമായി മാറി. പ്രിയ ദൈവവൈതലേ, അല്പം കൂടെ ഒന്ന് കടന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിൽ സമയം പറഞ്ഞ് ബന്ധിക്കുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവം സമയം പറഞ്ഞഴിക്കാനായിട്ട് പോവുക. ഇതേ ഭാഗം തന്നെയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഹാമാൻ ദൈവമക്കളെ സമയം പറഞ്ഞ് ബന്ധിച്ചു. എന്താ സമയമാണ്? 12-ാം മാസം 13-ാം തീയതി തീർത്ത് കളയുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഹാമാൻ ആ സമയം കാണാൻ ഇടയായോ? ഇല്ല.
അതിനു മുമ്പേ അവൻ തീർന്നു. പക്ഷേ ആ ദിവസം ദൈവമക്കൾ അനുഗ്രഹം അനുഭവിക്കുന്ന, വിരുന്ന് അനുഭവിക്കുന്ന ദിവസമാക്കി ദൈവം മാറ്റി. നിങ്ങളുടെ ലൈഫിൽ അങ്ങനൊരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദുരന്തമായി മാറുമെന്ന് പറയുന്ന ആ ദിവസം തന്നെ ഒരുപക്ഷെ ഇന്നലകളിലായിരിക്കാം. ആ ദിവസത്തെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തരാൻ പോവുകയാണ്. വിശ്വസിക്കണം ഈ വചനം, കണ്ണുമടച്ച് വിശ്വസിക്കണം ഈ വചനം. ഇത് നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവപ്രവൃത്തി കൊണ്ടുവരും, ഒരു സംശയമില്ല കേട്ടോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി, വളരെ ഹൃദ്യമായി, ആഴമായി അങ്ങാ ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങളുടെ ആത്മാവാണ് ഞങ്ങളോട് ഇടപെട്ടത്. ഈ ദൂതിന് മുമ്പ് ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നപ്പാ, എളിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ബ്ലസ് ചെയ്യണം, അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആ വിഷയം നിങ്ങൾക്ക് നന്മയാക്കി ദൈവം തീർക്കും കേട്ടോ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.